നമസ്കാരം കുട്ടികളെ. തൃതീയഃ പാഠഃ ഭ്രാതൃസ്നേഹഃ. ഭ്രാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ സഹോദര വാത്സല്യം അല്ലെങ്കിൽ സഹോദര സ്നേഹം എന്നാണ് അർത്ഥം. നമുക്കിനി പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് സങ്കജഃ വ്യക്തിശ്ച കാവ്യാംശം സതാളം ആലപതു. അതായത് നിങ്ങൾ സംഘമായിട്ടും വ്യക്തിശ്ച വ്യക്തിപരമായിട്ടും ഒറ്റയ്ക്കും ഈ കാവ്യത്തിലെ ഈ കാവ്യഭാഗം സതാളത്തോടു കൂടിയിട്ട് പാടാനാണ് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് പ്രശ്നാവലിയും പരിശീല്യ അന്വയം ലിഖിതു. ഒരു അന്വയം എഴുതുമ്പോൾ ആദ്യം ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. അതിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ നിങ്ങൾക്ക് അന്വയം എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അന്വയം എഴുതേണ്ടതും. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാവ്യത്തിൻ്റെയാണ് ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു അന്വയം എഴുതാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ നോക്കാം. കഥ പക്ഷിണൗ ആദിത്യം ഉപഗതൗ. കഥ എപ്പോഴാണ് പക്ഷികൾ ആദിത്യൻ്റെ അടുത്തേക്ക് സമീപിച്ചത്? എപ്പോഴാണ്? അത് പുരാ, പണ്ടാണ് അല്ലേ? അപ്പോൾ പുര എന്നുള്ളത് എഴുതി. പിന്നീട് കസ്യവധഃ സംവൃത്തഃ. ആരുടെ വധമാണ് അപ്പോൾ നടന്നത്? വൃത്രവധം അല്ലേ? അപ്പോൾ വൃത്രവധേ. പിന്നീട് കീദൃശോ പക്ഷിണൗ. എങ്ങനെയുള്ള പക്ഷികളാണ്? ജയൈഷിണൗ അല്ലേ? ജയം ആഗ്രഹിക്കുന്നവരായ പക്ഷികൾ. പക്ഷിണൗകൗ. ആരാണ് ഈ പക്ഷികൾ? സഹ അഹം ച. ഞാനും ആ ജടായുവും. അതാണ് അവിടെ സഹ അഹം ച എന്നുള്ളത്. പിന്നെ കീദൃശം സൂര്യം. എങ്ങനെയുള്ള സൂര്യനാണ്? രശ്മിമാലിനാം ജ്വലന്തം ആദിത്യം. രശ്മിമാലകളാൽ ജ്വലിക്കുന്ന ആ സൂര്യൻ. പിന്നെയോ പക്ഷിണൗ കിം അകുരതാം. പക്ഷികൾ എന്താണ് ചെയ്തത്? ഉഭയാതൗ. അതായത് ഉഭയാതൗ സ്വഹ. അവിടേക്ക് എത്തിച്ചേർന്നു അല്ലേ? അതാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു അന്വയം എഴുതാനായിട്ട് സാധിക്കുക. അന്വയം എങ്ങനെയാണ്? പുരാ വൃത്രവധേ വൃത്തേ സതി ജയൈഷിണൗ സഹ അഹം ച രശ്മിമാലിനം ജ്വലന്തം ആദിത്യം ഉഭയാതൗ സ്വഹ. ഇനി സാഹോദര്യം അധികൃത്യ ചർച്ചാം കൃത്തു ലഘു ടിപ്പണിയും എഴുതാനാണ് പറയുന്നത്. സാഹോദര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഖണ്ഡിക എഴുതാനാണ്, ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫിൻ്റെ ഒരു മോഡൽ നൽകാം. അതുപോലെ ഇതിൽ മനോഹരമായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മാനവ സാഹോദര്യം തു സാമാജിക പ്രകൃതേः ആധാരശീല അസ്തി. യഥാ അസ്മിൻ പൃഥിവ്യാം ജന്മ പ്രാപ്യമാണാः സർവേ സർവ സാമ്പ്രദായികതയാः പരം ഏകം വ്യക്തിം സ്വഭ്രാതൃത്വേന ദ്രഷ്ടും ശക്നുവന്തി തഥാ एव ശാന്തിപൂർണः സുന്ദരः च സംസാരः വാസ്തവികः ഭവിഷ്യति. ആദർശഭ്രാതൃത്വദ്വാരാ മാനവജീവനस्य മാർഗദർശനം കുർവन्तः ബഹവः പൗരാണികകഥാः സന്തി. രാമः ലക്ഷ്മണः ഭരതः ശത്രുഘ്നः സമ്പാദിः ജടായുശ്ച ഭ്രാതൃസ്നേഹസ്യ പ്രതിരൂപാः സന്തി. ഇങ്ങനെ ഒരുപാട് വരികൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. അധോദത്തം ഗദ്യാംശം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖതു. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഗദ്യാംശമുണ്ട്, ഒരു പാരഗ്രാഫുണ്ട്. ആ പാരഗ്രാഫ് നോക്കിയിട്ട് 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആ ഗദ്യാംശം വായിക്കാം. ഏകദാ സമ്പാദേഹേ ജടായുഷഃ ച മധ്യേ കാചിത് സ്പർദ്ധ അജായത. ഒരിക്കൽ ജടായുവിൻ്റെയും സമ്പാദിയുടെയും മധ്യത്തിൽ, അതായത് അവരുടെ ഇടയിൽ ഒരു സ്പർദ്ധ, ഒരു പന്തയം നടന്നു, ഒരു മത്സരം നടന്നു. കഹ അത്യന്തം വേഗവൻ. ആരാണ് ഏറ്റവും അധികം വേഗമുള്ളവൻ? കഹ സൂര്യസ്യ സമീപം ഗന്തു സമർത്ഥോ ഭവതി. ആരാണ് സൂര്യൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സമർത്ഥനായിട്ടുള്ളവൻ? കനിഷ്ഠ ജടായുഹു. അതായത് ഇളയവനായിട്ടുള്ള ജടായു ഗർവേണ കഥയത്. അഹങ്കാരത്തോട് പറയണം. യദ്യപി ഭവാൻ ബലവാൻ തഥാപി ന വേഗവാൻ. അങ്ങ് ബലവാനായിരിക്കാം, പക്ഷേ അത്രയും വേഗവാനല്ല. അതഹ അഹമേവ വിജയി ഭവിഷ്യാമി. അതുകൊണ്ട് ഞാൻ തന്നെ മുമ്പിൽ വിജയിയായി തീരും. തഥാ സമ്പാദിഹ ഹസൻ. അപ്പോൾ സമ്പാദി ചിരിച്ചുകൊണ്ട് പറയാണ്, വത്സാ മോനെ ആത്മപ്രശംസയ കിം പ്രയോജനം. ഇങ്ങനെ ആത്മപ്രശംസ ചെയ്തിട്ട് പുകഴ്ത്തിക്കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? വേഗപരീക്ഷയ സാമർത്ഥ്യം ജ്ഞാപയാമി. ഞാൻ ഈ വേഗപരീക്ഷയിൽ, വേഗതയുടെ ഈ പരീക്ഷയിൽ, മത്സരത്തിൽ ഞാൻ എൻ്റെ സാമർത്ഥ്യം കാണിക്കാം. അതഹ ഭവാൻ സൂര്യാഭിമുഖം ഉഡ്ഡയതാം. അതായത് അതുകൊണ്ട് തന്നെ അങ്ങ് വേഗം സൂര്യൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പൊക്കോളൂ, പറന്നോളൂ എന്നാണ് പറയുന്നത്. ഇത്യവതത് എന്ന് പറഞ്ഞു.
തതഃ പരം തൗ ആകാശമാർഗേണ ഉഡ്ഡയിത്തും ആരബ്ധവന്തൗ. അതിനുശേഷം അവർ രണ്ടുപേരും ആകാശമാർഗത്തിലൂടെ ഉയർന്നിങ്ങനെ പറക്കാനായിട്ട് തുടങ്ങി. ഇനി ചോദ്യം ഇതാണ്, കയോർ മധ്യേ സ്പർദ്ധ അജായത. ആരുടെ ഇടയിലാണ് സ്പർദ്ധ ഉണ്ടായത്? സമ്പാദേഹേ ജടായുഷഃ ച മധ്യേ. ഇതാണ് ഉത്തരം. ഇനി അഹമേവ വിജയി ഭവിഷ്യാമി, ഞാൻ തന്നെ വിജയിയായി തീരും. കസ്യ വചനമിതം, ഇത് ആരാണ് പറഞ്ഞത്? അത് ജടായു ആണ് പറഞ്ഞത് അല്ലേ. ജടായോഹോ വചനമിതം. കയാ സാമർത്ഥ്യം ജ്ഞാപയാമി, എവിടെയാണ് ഏതിലാണ് സാമർത്ഥ്യം ഞാൻ കാണിക്കാം എന്ന് സമ്പാദി പറഞ്ഞത്? വേഗപരീക്ഷയ സാമർത്ഥ്യം ജ്ഞാപയാമി. സൂര്യാഭിമുഖം ഉഡ്ഡയതാം ഇതി കഹാവതത്, സൂര്യൻ്റെ അഭിമുഖമായിട്ട് പറക്കാം എന്ന് ആരാണ് പറഞ്ഞത്? സമ്പാദി. കൗ ആകാശമാർഗേണ ഉഡ്ഡയിതും ആരബ്ധവന്തോ, ആരാണ് ആകാശമാർഗത്തിലൂടെ ഏത് രണ്ടു പേരാണ് ഇങ്ങനെ പറക്കാനായിട്ട് ആരംഭിച്ചത്? തൗ. ആരാണ്? തൗ എന്നാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ആരാണത്? ജടായുവും സമ്പാദിയുമാണ് കേട്ടോ. അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. അധോദത്താനി അവ്യയപദാനി ഉപയുജ്യ വാക്യാനി രചയതു. താഴെ കൊടുത്തിട്ടുള്ള അവ്യയപദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതുക. 2 അവ്യയപദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ച എന്നാൽ ആൻഡ്, 2 എണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നതാണ് ഇത്. ഇനി കൂടാതെ പുര എന്ന് പറഞ്ഞാൽ പണ്ട് എന്നാണ് അർത്ഥം. ഇനി നോക്കൂ, ദിലീപഃ രാമായണം പഠതി, ദിലീപൻ രാമായണം വായിക്കുന്നു. ദിലീപഃ മഹാഭാരതം പഠതി, ദിലീപൻ മഹാഭാരതം വായിക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു വാചകമാക്കാൻ നമുക്ക് ചായാണ് ഉപയോഗിക്കുന്നത്. ച എന്നാൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നോക്കൂ, ദിലീപഃ രാമായണം മഹാഭാരതം ച പഠതി, ദിലീപൻ രാമായണവും മഹാഭാരതവും പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു. അതേപോലെ തന്നെ ലതാ കഥാം ലിഖതി, ലത കഥ എഴുതുന്നു. ലതാ കവിതാം ലിഖതി, ലത കവിത എഴുതുന്നു. ഇതെങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം? ലത കഥയും കവിതയും എഴുതുന്നു എന്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ ച എന്ന് ചേർക്കാം. ലതാ കഥാം കവിതാം ച ലിഖതി. അടുത്തത് നോക്കാം. യഥാ ഇദം ഫലം വൃക്ഷേ ആസീത് ഫലം കണ്ടോലേ അസ്തി. ഈ പഴം വൃക്ഷത്തിലുണ്ടായിരുന്നു, ഫലം കണ്ടോലെ അസ്തി. രണ്ടാമത്തെ വരി എന്താണ്? ഫ്രൂട്ട്, പഴം, കണ്ടോലെ. കണ്ടോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്ക്കറ്റാണ് കേട്ടോ. കുട്ടയിലുണ്ട്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 അവ്യയപദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ച അല്ലെങ്കിൽ പുര. അപ്പോൾ ഇവിടെ പുര വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, പണ്ട് എന്നുള്ളതാണ്. ഇവിടെ 2 അവ്യയപദങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഒരൊറ്റ വാചകമായിട്ട് ചേർക്കുന്നത്. പുരായും ഇദാനിയും എന്നുള്ള 2 പദങ്ങൾ. പുര എന്ന് പറഞ്ഞാൽ പണ്ട്, ഇദാനി എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ. പുരാ ഇതം ഫലം വൃക്ഷേ ആസീത്, പണ്ട് ഈ പഴം വൃക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇദാനിയും ഇപ്പോൾ കണ്ടോലെ അസ്തി, ഇപ്പോൾ കൊട്ടയിലുണ്ട്. അയം സിംഹ വനേ ആസീത്, ആ സിംഹം വനത്തിലുണ്ടായിരുന്നു. സിംഹ ജന്തുശാലായാം അസ്തി, സിംഹം മൃഗശാലയിലുണ്ട്. എങ്ങനെ നമുക്കത് വാചകമാക്കാം? ഒറ്റ വാചകമാക്കാം. പുരാ അയം സിംഹ വനേ ആസീത് ഇദാനീം ജന്തുശാലായാം അസ്തി, പണ്ട് ഈ സിംഹം